നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശാന്തിഗിരി കൈലാസംപടിയിൽ ഭൂമിയിൽ കൂടുതൽ വിള്ളലുകൾ കണ്ടെത്തി. അടക്കാത്തോട് ശാന്തിഗിരി റോഡിൽ കൈലാസംപടിയിലെ ടാറിംഗ് റോഡിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കനത്ത മഴയിൽ പടിയൂർ പത്യാലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഗർത്തം രൂപപ്പെട്ടു. സ്ഥലം സന്ദർശിച്ച് റവന്യൂ വകുപ്പ് അധികൃതർ. സമീപത്തെ വീടും ഭീഷണിയാകുമെന്ന് ആശങ്ക. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ വൻ മണ്ണിടിച്ചിൽ. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണാണ് ഇടിഞ്ഞത്. മലവെള്ളപ്പാച്ചിലിൽ പെരുവമ്പറമ്പ് പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘത്തിന് നഷ്ടമായത് ലക്ഷങ്ങൾ. നഷ്ടം വിലയിരുത്താൻ ഫിഷറീസ് വകുപ്പ് സ്ഥലം സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശാന്തിഗിരി കൈലാസംപടിയിൽ ഭൂമിയിൽ കൂടുതൽ വിള്ളലുകൾ കണ്ടെത്തി. അടക്കാത്തോട് ശാന്തിഗിരി റോഡിൽ കൈലാസംപടിയിലെ ടാറിംഗ് റോഡിലാണ് വലിയ തോതിൽ ഭൂമി പിളർന്നതായി കണ്ടെത്തിയത്. മഴ കനത്തതോടെ ശാന്തിഗിരി കൈലാസംപടിയിലെ വിവിധയിടങ്ങളിൽ ഭൂമിയിലെ വിള്ളലുകൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് മുദ്രപ്ര ത്രേസ്യാമിയുടെ സ്ഥലത്ത് വിള്ളൽ കണ്ടെത്തിയത്. എന്നാൽ വെള്ളിയാഴ്ച അടക്കാത്തോട് ശാന്തിഗിരി റോഡിൽ കൈലാസംപടിയിലെ ടാറിംഗ് റോഡിലാണ് വലിയ തോതിൽ ഭൂമി പിളർന്നതായി കണ്ടെത്തിയത്. ഭൂമി രണ്ടായി പിളർന്ന ഭാഗങ്ങളിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 8 വീട്ടുകാരാണ് നിലവിൽ ദുരിതബാധിത മേഖലയിൽ ഉള്ളത്. ഇവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കേണ്ട നടപടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേരളത്തിലെ ആദ്യത്തെ കൂട് മത്സ്യകൃഷിയുടെ കേജ് ഒഴുകിപ്പോയി. ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളും നശിച്ചു. ഇരിട്ടി പെരുവമ്പറമ്പിലെ പഴശ്ശിരാജ സ്വാശ്രയ സംഘത്തിനാണ് ഈ കാലവർഷത്തിൽ വൻ നഷ്ടം സംഭവിച്ചത്. ശുദ്ധജല മത്സ്യകൃഷിയുടെ ഭാഗമായി പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ പെരുവമ്പറമ്പ് കപ്പച്ചേരി പുഴയിൽ സ്ഥാപിച്ച പെരുവമ്പറമ്പ് പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം സ്ഥാപിച്ച മത്സ്യക്കൂടുകളാണ് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത്. ഫിഷ് ഫാം സ്വാശ്രയ സംഘം രൂപീകരിച്ച് പ്രദേശവാസികളായ മത്സ്യകർഷകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കൂട് മത്സ്യകൃഷിക്കായി പുഴയിൽ ഒരുക്കിയ 40ഓളം മത്സ്യക്കൂടുകളാണ് മത്സ്യങ്ങൾക്കൊപ്പം ഒലിച്ചുപോയത്. കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകിയ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു വന്ന കൂറ്റൻ മരത്തടി കൂടിലിടിച്ച് കൂടിനെ ബന്ധിപ്പിച്ച കയറുകൾ പൊട്ടിയതിനെ തുടർന്നാണ് കൂടുകളെല്ലാം ഒലിച്ചുപോയത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ബാങ്ക് വായ്പകളും മറ്റും ഉപയോഗപ്പെടുത്തിയാണ് 20ഓളം പേരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി നടത്തിവരുന്നത്. ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോയത്. 30,000-ഓളം മത്സ്യങ്ങൾ കേജിൽ ഉണ്ടായിരുന്നു. 30 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഏകദേശം 10-30 വർഷമായി മത്സ്യകൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് 2016 ഈ കൂട് കൃഷി ചെയ്തിട്ടുള്ളത്. കപ്പച്ചേരിയാണ് അത് ആദ്യമായി സ്ഥാപിച്ചിട്ടുള്ളത്. അവിടുന്ന് 2017 വിളവെടുത്തത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ്. അപ്പോൾ അത് നല്ല വിജയമായിരുന്നു. അതനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ എല്ലാ ഡാമുകളും സർക്കാർ തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കൃഷി ഇതുവരെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമ്മൾ ഈ കൂട് കൃഷിക്ക് പുഴയിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഏകദേശം ഒരു 11 മണിയോടെ മേലെ നിന്ന് വന്ന ഒരു വലിയ മരം കൂടിൻ്റെ ഒരു ഭാഗത്ത് അടിക്കുകയും ആ കൂടിൻ്റെ നമ്മൾ ആ നെട്ടും ബോൾട്ടുള്ള ഭാഗത്ത് നിന്ന് മുറിഞ്ഞ് നമ്മൾ കൂടിൻ്റെ 2 യൂണിറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എത്ര പുറകെ ഓടിയിട്ട് അവിടെ നിന്നും പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഏകദേശം ഈ പൂവത്തിൻ്റെ കടവിലെത്തുമ്പോഴത്തേന് കുറേ ഭാഗം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ഭാഗം ഡാം കടന്നു പോയിട്ടുണ്ട്. കുറച്ച് നെടിയോടിയും പിടിച്ചു വെച്ചിട്ടുണ്ട്. 2018 പ്രളയത്തോട് കൂടിയിട്ട് നമുക്ക് വലിയ നഷ്ടമുണ്ടായതാണ്. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 33 ലക്ഷത്തിലധികം രൂപ നമുക്ക് നഷ്ടമുണ്ടാകുമെന്ന് യഥാർത്ഥ കണക്കെടുത്ത് പോയതാണ്. അവർ അംഗീകരിച്ചതാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റും അത് അംഗീകരിച്ചതാണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടത്ര ശ്രദ്ധിച്ച് നമുക്ക് തന്നില്ല. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവർ പറഞ്ഞത് കലക്ടർക്ക് മാക്സിമം തരാൻ കഴിയുന്ന പൈസ എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. ആ 2.5 ലക്ഷം രൂപ തന്നിട്ട് ഞങ്ങൾക്ക് 34 ലക്ഷത്തിൻ്റെ ടോട്ടൽ കോമ്പൻസേഷൻ അങ്ങനെയാണ് തന്നു തീർത്തത്. അത് നമ്മൾക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് അത്രമാത്രം ചിലവോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ശുദ്ധജല മത്സ്യകൃഷി ചെയ്തിട്ട് നാട്ടിൽ നല്ല രീതിയിലുള്ള മത്സ്യം കൊടുക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന് മുന്നോട്ട് പോകുന്നത്. 2018 ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഒഴുകിപ്പോയ കൂടുകൾ പലയിടങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കല്ലിൽ തട്ടിയും മറ്റും പൊട്ടിപ്പൊളിഞ്ഞതിനാൽ ഇവ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതേക്കുറിച്ച് പരിശോധനകൾ നടത്തി ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഫിഷറീസ് ഓഫീസർ ബി ആർഷ പറഞ്ഞു.
പഴശ്ശിരാജ ഫിഷ് ഫാമിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായി ചെയ്തുകൊണ്ട് വരുന്ന ഈ കേജിൻ്റെ ഇത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഇതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കാം. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമെല്ലാം ഞാനിപ്പോൾ വന്നത് അന്വേഷിച്ച് റിപ്പോർട്ടാക്കാനാണ്. ഇതിൻ്റെ ബേസിസിലായിരിക്കും ഇവർക്ക് നഷ്ടപരിഹാരം എല്ലാം ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യുന്നതായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ കൂട് മത്സ്യകൃഷിയാണ് പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ പെരുവമ്പറമ്പിൽ നശിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ വൻ മണ്ണിടിച്ചൽ. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണാണ് ഇടിഞ്ഞത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ വൻ മണ്ണിടിച്ചൽ. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണാണ് ഇടിഞ്ഞത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരും പോലീസും വില്ലേജ് അധികൃതരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ മഴയായിരുന്നു. ക്വാറിക്ക് സമീപത്തായി വലിയ തോതിൽ കൂട്ടിയിട്ട മണ്ണാണ് ഇടിഞ്ഞത്. ഇതോടെ ഇതിന് താഴ്വാരത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലെ കാർഷിക വിളകൾ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള റോഡും തകർന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വീട് ചോർന്നൊലിക്കുന്നു, ശുചിമുറി വിണ്ടുകീറി, അപകടാവസ്ഥയിൽ. കേളകൻ നാനാനിപ്പൊയിൽ ആദിവാസി നഗറിലെ കുടുംബം ദുരിതത്തിൽ. ചോർന്നൊലിക്കുന്ന വീട്ടിൽ പേടിയോടെ കഴിയുകയാണ് നാനാനിപ്പൊയിൽ ആദിവാസി നഗറിലെ തങ്ക എന്ന വീട്ടമ്മ. പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചു നൽകിയതാണ് ഈ വീട്. എന്നാൽ വീടിന്റെ ഭിത്തി വഴി മഴവെള്ളം അകത്തേക്ക് ഒലിച്ചിറങ്ങുകയാണ്. കൂടാതെ ഇവർ ഉപയോഗിക്കുന്ന ശുചിമുറി വിണ്ടുകീറി ഏത് നിമിഷവും വീഴാമെന്ന അവസ്ഥയിലുമാണ്. 2 സ്ത്രീകൾ മാത്രമാണ് ഈ വീട്ടിൽ കഴിയുന്നത്. വീട് ചോർന്നൊലിക്കുന്നത് സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. പിന്നെ കക്കൂസിൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടിയിരിക്കുക, വീടിൻ്റെ അകം മൊത്തം ചോരുക, ഞങ്ങൾ കിടക്കാൻ വരെ പേടിയാ. ഈ മണൽ ഇങ്ങനെ വീഴുന്നുണ്ട് അകത്ത്. ഞങ്ങൾ 2 പെണ്ണുങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്ക് ആണുങ്ങളൊന്നും. കുറെ വർഷമായ വീടാണത്. ആ, കുറേ വർഷമായി. വീടിന്റെ ചോർച്ച ഒഴിവാക്കുന്നതോടൊപ്പം ശുചിമുറി കൂടി നന്നാക്കി തരണമെന്നാണ് ഇവർ പറയുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. റബ്ബർ തോട്ടത്തിൽ വൻ ഗർത്തം. പടിയൂർ പഞ്ചായത്തിലെ പൂവം പത്യാലയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടത്. പടിയൂർ പഞ്ചായത്തിലെ പൂവം പാത്യാലയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടത്. കല്യാട് സ്വദേശിയായ കരിവൻ വിശ്വനാഥന്റെ റബ്ബർ തോട്ടത്തിലാണ് വലിയ ഗർത്തം ഉണ്ടായത്. അതിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ വൻ ശബ്ദത്തോടെ കുഴി രൂപപ്പെട്ടത്. എങ്കിലും വെള്ളിയാഴ്ച ഗർത്തത്തിന് കൂടുതൽ വീതിയുണ്ടായി. 5ഓളം റബ്ബർ മരങ്ങൾ ഇതിൽ പതിച്ചു. ഇതോടെ സമീപത്തെ കുഞ്ഞിരാമന്റെ വീടിനുൾപ്പെടെ ഭീഷണിയാണ്. ഇന്നലെ രാവിലെയാണ് ഒരു 8:30 സമയത്താണ് പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോൾ എന്താണെന്നൊന്നും കാണുന്നില്ല. മൊത്തത്തിൽ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. നമ്മൾ വിചാരിച്ച് പിന്നെ വെള്ളം കൂടിയിട്ടെങ്ങാനുള്ള സൗണ്ടാണ്. നോക്കുമ്പോൾ തിരമാല അടിക്കും പോലുള്ള സൗണ്ടെല്ലാം കേട്ട് പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മരം ചായിന്ന് അവിടെ ഒരു ഗർത്തം പോലെ വന്ന്. ഇന്നലെ പകുതി പോലെ വെള്ളമല്ലേ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിറയെ വെള്ളം വന്ന് പിന്നെ രാത്രി ഒരു 8-8:45 വീണ്ടും ഇതേപോലെ സൗണ്ട് കേൾക്കുന്നു. ഇതിൻ്റെ ഗർത്തത്തിൻ്റെ എല്ലാം ആഴം കൂടി. പിന്നെ നമ്മളെല്ലാം ഇവിടെ നിന്ന് പോവുകയതിന് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാനുള്ളൊരു പേടിയുണ്ട്. ഇതിൻ്റെ ബാക്കിലെല്ലാം കുറച്ച് മല പോലെയുള്ള സ്ഥലമാണ്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാകാനാണ് സാധ്യതയെന്ന് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരിട്ടി ടൗണിലെ ഓവുചാലുകളിൽ നിന്നുള്ള മലിനജലം കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിലെ 8ഓളം കച്ചവടക്കാർക്കാണ് ദുരിതം. ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിലെ ഒരു കൂട്ടം കച്ചവടക്കാർ ഏറെ പ്രയാസത്തിലാണ്. റോഡ് നവീകരിച്ചതോടെ ഓവുചാലിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ഇവരുടെ സ്ഥാപനങ്ങളിൽ കയറുന്നത്. പ്രിന്റിംഗ് പ്രസ്, ആധാരമെഴുത്ത് ഓഫീസ്, ടൈലറിംഗ് ഷോപ്പ്, ബാഗ് വർക്ക്സ് കട, ഹോട്ടലിന്റെ അടുക്കള ഭാഗം, സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌൺ, തുണിക്കടയിൽ ഉൾപ്പെടെയാണ് മലിനജലം കയറുന്നത്. ഇതോടെ ചില സ്ഥാപന ഉടമകൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഒഴുക്കി കളയുകയാണ്. ഓവുചാലിൽ നിന്നുള്ള ചോർച്ച കിണറിലും മലിനജലം ഒഴുകിയെത്താൻ ഇടയാക്കുന്നുണ്ട്. 2 വാക്ക് പറയണേ. മൊത്തം ഈ വേസ്റ്റ് ഇതാണ് കൈ കഴുകാനും ഭക്ഷണം ചെയ്ത് പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത്. കേട്ടില്ലേ, ഈ വെള്ളം മൊത്തം ഈ കിണറിനകത്ത് ബ്ലീച്ച് വരുന്നു. ഓവുചാലിലെ വെള്ളമാണോ? അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതിനകത്തേക്ക് ഒഴുകുന്നുണ്ട്. അല്ലാതെ
വെള്ളം വരുന്നുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ വെള്ളം കയറിയിട്ട് അപ്പോൾ ഇവിടെ 3-4 സ്ഥാപനമുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം ഡ്രെയിനേജിന് വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉറവേൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഡ്രെയിനേജിന്റെ മുകളിൽ നിന്ന് താഴെ ആയതുകൊണ്ട് ഡ്രെയിനേജിന്റെ വെള്ളമാണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പം മോട്ടർ വെച്ച് വെള്ളം വയ്ക്കുകയാണ്. ഞങ്ങൾ 3 ദിവസമായി ഇങ്ങനെ വെള്ളം വയ്ക്കുക. വെള്ളപ്പൊക്കം ബേക്കിൽ വെള്ളം വരുന്ന വെള്ളം കയറി അല്ലാണ്ട് ഇതുവരെ വെള്ളം കയറിയില്ല. 2018 ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട്. ഇതുവരെ അങ്ങനെ ഒരു കൂടുതൽ ഇങ്ങനെ ഒരു വെള്ളത്തിന് പുതിയ മഴയ്ക്ക് പുഴയിൽ വെള്ളം പൊങ്ങുന്നതിന് അനുസരിച്ച് ഇവിടെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇതൊരു ഉറവ പ്രശ്നമാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഉറവേൻ്റെ അത് അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നുള്ള ഉറവ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയുള്ള ഒരു ഉറവ. അപ്പോൾ കുറച്ച് ഭാഗത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കടകളുള്ള നമ്മളെല്ലാ കടകൾക്കും സാധനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ അടിച്ച് മോട്ടർ വെച്ച് അടിച്ച് കളയേണ്ട സ്ഥിതി വരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം വേണം. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഇതിന് വേണ്ട പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയ ശാന്തിഗിരി കൈലാസുംപടിയിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാക്കളും സന്ദർശനം നടത്തി. മുതലപ്ര ത്രേസ്യാമ്മയുടെ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം വിള്ളൽ കണ്ടെത്തിയത്. കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി കൈലാസംപടിയിലെ ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയ സ്ഥലത്ത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം VG പത്മനാഭൻ, ജോർജ് കുട്ടി കുപ്പക്കാട്ട്, കേളകം പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. വിള്ളൽ സംഭവിച്ച സ്ഥലത്തെ 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും സംഭവം സർക്കാർ തലത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ശാന്തിഗിരിയോട് ചേർന്ന് നിൽക്കുന്ന കൈലാസംപടി മേഖലയിൽ വലിയ ഭീഷണിയായിട്ട് നിൽക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ റവന്യൂ വകുപ്പെല്ലാം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആദ്യം 3 പേരെയും 3 കുടുംബത്തെയും പിന്നീട് 7 കുടുംബത്തെയും മാറ്റി പാർപ്പിക്കാൻ ആവശ്യം പുതുതായിട്ട് അവർക്ക് സ്ഥലം വാങ്ങാനുള്ളതും വീടെടുക്കാനുള്ള പണവും ഗവൺമെൻറ് അനുവദിക്കുകയും അങ്ങനെ 10 കുടുംബങ്ങൾ അങ്ങനെ മാറി താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഏതാണ്ട് 8-9 കുടുംബം അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. കൈലാസംപടി മേഖലക്കകത്ത് ഭൂമി വിണ്ടുകീറിയൽ പ്രക്രിയ ഇത്തവണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലവർഷം കനക്കുമ്പോൾ സമീപ വർഷങ്ങളിലെല്ലാം ഈ പ്രയാസമുണ്ടായിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ശാന്തിഗിരി കൈലാസുംപടിയിൽ ഭൂമിയിലെ വിള്ളൽ സംബന്ധിച്ച് CPM സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ പറഞ്ഞു. ശാന്തിഗിരി കൈലാസംപടിയിലെ ഭൂമിയിലെ വിള്ളൽ ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അടിയന്തര നടപടി സ്വീകരിക്കാൻ CPMന്റെ നേതൃത്വത്തിൽ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ. ഇതിനു മുൻപ് സർക്കാർ തലത്തിൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രതിഭാസം ഉണ്ടെങ്കിലും അത് നാൾക്കുനാൾ ഓരോ മഴക്കാലത്തും വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വീടുകൾക്കുൾപ്പെടെ ഭീഷണിയാകത്തക്ക നിലയിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അടിയന്തരമായിട്ട് ഇതിന് പരിഹാരം കാണേണ്ടതാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് തന്നെ ഇക്കാര്യം പെടുത്തിയതാണ്. അതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഈ പ്രശ്നം കണ്ടുകൊണ്ടുള്ള നിലപാടുകൾ ഗവൺമെൻറ് മുന്നേ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രത്യേക സാഹചര്യം ഗവൺമെൻറ്റിനെയും ബന്ധപ്പെട്ട അധികാരികളെയും പാർട്ടി എന്ന നിലയിൽ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് ഇടപെടലുകൾ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈലാസംപടിയിലെ ഭൂമിയിൽ വിള്ളൽ സംഭവിച്ച സ്ഥലം സന്ദർശിച്ച ശേഷം ഹൈവിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈവിഷൻ ന്യൂസ്, കേളകം. ശാന്തിഗിരി കൈലാസുംപടിയിൽ ഭൂമിയിലെ വിള്ളൽ സംബന്ധിച്ച് നാശനഷ്ടം സംഭവിച്ചവരെ സഹായിക്കുന്നതിന് പകരം സണ്ണി ജോസഫ് MLA അനർഹരെ പട്ടികയിൽ തിരികെ കയറ്റി എന്ന കേളകം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന സമൂഹ മാധ്യമത്തിൽ MLA കരിവാരിത്തേച്ച് കാണിക്കാനാണെന്ന് കോൺഗ്രസ്. അനർഹരായവരുടെ പേരുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിടണമെന്നും കോൺഗ്രസ് നേതാക്കൾ കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശാന്തിഗിരി കൈലാസംപടി ഭൂമിയിലെ വിള്ളൽ ഉണ്ടായി നാശനഷ്ടം സംഭവിച്ചവരെ സഹായിക്കുന്നതിന് പകരം സണ്ണി ജോസഫ് MLA അനർഹരെ പട്ടികയിൽ തിരികെ കയറ്റി എന്ന കേളകം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന ജനകീയനായ സണ്ണി ജോസഫ് MLA സമൂഹ മധ്യത്തിൽ കരിതേച്ച് കാണിക്കാനാണ് ശ്രമിച്ചതെന്ന് കോൺഗ്രസ് കേളകം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം, KPCC മെമ്പർ ലിസി ജോസഫ്, DCC മെമ്പർ ജോസ് നടപ്പുറം, ബൂത്ത് പ്രസിഡന്റ് ബേബി കാക്കനാട്ട് എന്നിവർ കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
അനർഹരായവരുടെ പേരുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിടണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന കോൺഗ്രസ് വളരെ ഗൗരവമായാണ് കാണുന്നത്. 6 വർഷം ക്യാമ്പ് നടത്തിയതല്ലാതെ ഭീഷണിയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ എന്ത് നടപടിയാണ് പഞ്ചായത്തും സർക്കാരും ചെയ്തതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വളരെ വിവാദപരമായിട്ട് ഇത്രയും ജനകീയനായ ഒരു MLA സമൂഹ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ശാന്തിഗിരി പ്രദേശത്ത് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഭൂമിയിൽ വിള്ളൽ, അവിടുത്തെ വീടുകൾക്ക് വിള്ളൽ, അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ, കുറേ കാലങ്ങളായിട്ട് അവിടെ ഈ ക്യാമ്പ് നടത്തൽ, ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി. ശാന്തിഗിരിയിലെ വിള്ളലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാത്തത് അല്ലെങ്കിൽ അവർക്ക് വീട് ലഭിക്കാത്തത് ബഹുമാനായ MLA അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അനർഹരായവരുടെ പേരുകൾ തിരികെ കയറ്റി എന്നാണ് അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഇത്രയും പ്രസിഡൻ്റായിട്ടിരിക്കുന്നവർ അദ്ദേഹം ഒരു കാരണവശാലും ഈ പ്രദേശത്തെ ജനകീയനായ ഒരു MLA, ജനങ്ങളുടെ ഏത് പ്രശ്നത്തിലും എവിടെയും എത്തിച്ചേർന്നുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന ഒരു MLA-യെക്കുറിച്ചാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ടാണ് ഈ പ്രസ്താവനയെ കാണുന്നത്. അദ്ദേഹം നിർബന്ധമായും കേളകം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ അനർഹരായ ആളുകളുടെ പേര് ആരൊക്കെയാണെന്നുള്ളത് അദ്ദേഹം പ്രസ്താവിക്കണം, പുറത്തുവിടണം. കാരണം MLA എപ്പോഴും അവിടെ ഓടിയെത്തുന്നത് അവിടെയുള്ള ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ള അവരുടെ അടുത്ത് ഓടിയെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എത്ര കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ പറ്റുമോ അത്രയും കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭരണ പോരായ്മയും സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും മറച്ചുവെക്കാനാണ് ജനകീയ MLA സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിച്ചതെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി ഭൂമിയിൽ വിള്ളൽ ഉണ്ടാകുകയും അവിടെ താമസിക്കുന്നവർ അപകടാവസ്ഥയിലായതിനെക്കുറിച്ച് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MLA-ക്കെതിരെ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗവും പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ജൂബിലി ചാക്കോ പറഞ്ഞു. അവിടെ താമസിക്കുന്ന വീട്ടുകാർ അപകടാവസ്ഥയിലായതിനെക്കുറിച്ച് ഇന്നലെ കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് CT അനീഷ് തികച്ചും ബാലിശമായ ഒരു ആരോപണം MLA-ക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ തികച്ചും അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയുകയാണ്. പടിയൂർ പൂവത്ത് റിട്ടയർഡ് അധ്യാപകന്റെ വീടിനുള്ളിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ച 2 പേരെ ഇരിക്കൂർ പോലീസ് പിടികൂടി. ജൂലൈ 2-ാം തീയതിയാണ് പടിയൂർ പൂവത്തെ റിട്ടയർഡ് അധ്യാപകൻ മുഹമ്മദ് സബാഹിന്റെ വീട്ടിൽ മോഷണ ശ്രമം നടക്കുന്നത്. രാത്രി നിരീക്ഷണ ക്യാമറകൾ മറക്കി വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ വീട്ടിനുള്ളിൽ ആളുകൾ ഉണ്ടെന്നറിഞ്ഞതോടെ തിരിച്ചു പോവുകയായിരുന്നു. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇരിക്കൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. കർണാടക ഷിമോഗ ജില്ലയിലെ സാഗർ സ്വദേശികളായ മുഹമ്മദ് ജാക്കിർ, നൌഫൽ എന്നിവരെയാണ് ഇരിക്കൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞിരുന്നു. ലോറിയുമായാണ് മോഷ്ടാക്കൾ എത്തിയത്. ലോറി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. ഇരിക്കൂർ SI ബാബുമോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രഭാകരൻ, ജയദേവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പൊന്നാട് കുളത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും വർക്ക്ഷോപ്പിലും നിർത്തിയിട്ടിരുന്ന കാറിലും ഇടിച്ച് അപകടം. പുന്നാട് കുളത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ഇടിച്ച് അപകടം. ഇരട്ടി ഭാഗത്തു നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് വലതുഭാഗത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലും വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിർത്തിയിട്ടിരുന്ന കാർ വർക്ക്ഷോപ്പിനുള്ളിലേക്ക് കയറി. വർക്ക്ഷോപ്പിന്റെ മുൻഭാഗത്തെ ചില്ല് ഗ്ലാസും തകർന്നു. ഈ സമയം വർക്ക്ഷോപ്പിൽ ആളുകൾ ഉണ്ടെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നരയമ്പാറ സ്വദേശികളായ കാർ യാത്രികർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ ഇരിട്ടി റോഡിൽ കല്ലേരിമലയിൽ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. ഇരിക്കൂർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. പേരാവൂർ ഇരിട്ടി റോഡിൽ കല്ലേരിമലയിൽ പെട്രോൾ പമ്പിനു സമീപത്താണ് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഇരിക്കൂർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട കാർ ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് കയറ്റി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കിണർ ഇടിഞ്ഞു താഴ്ന്നു. കേളകം പഞ്ചായത്തിലെ നാനാനിപ്പോയിൽ ആദിവാസി നഗറിലെ രാജന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കനത്ത മഴയിലാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കേളകം പഞ്ചായത്തിലെ നാനാനിപ്പൊയിൽ ആദിവാസി നഗറിലെ രാജന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ആദിവാസി നഗറിലെ നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ്, സജീവൻ പാലമി, ടോമി പുളിക്കക്കണ്ടം, ഷാൻഡി സജി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ബസ് ജീവനക്കാരന്റെ മാതൃക സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രൊവിഡൻസ് ബസ്സിലെ കണ്ടക്ടർ കൊളാരി സ്വദേശി KM മനാഫിന് മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരം.
2 ദിവസം മുൻപാണ് ഇരട്ടിയിൽ നിന്ന് പയ്യാവൂരിലേക്ക് പോവുകയായിരുന്ന പ്രൊവിഡൻസ് ബസ്സിൽ ഇരട്ടിയിൽ നിന്നും യജ്ന കയറിയത്. ബസ്സിലെ കണ്ടക്ടർ മനാഫിൻ്റെ യാത്രക്കാരോടുള്ള നല്ല പെരുമാറ്റവും കരുതലും കണ്ടപ്പോഴാണ് ഉളിക്കൽ കോക്കാട് സ്വദേശിയും പരിക്കളം ശാരദവിലാസം എയ്ഡഡ് UP സ്കൂളിലെ ഹിന്ദി അധ്യാപികയുമായ യജ്ന പത്മനാഭൻ തൻ്റെ ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് കുറിപ്പിട്ടത്. ഇത് വൈറലായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച ബസ് കണ്ടക്ടർ മനാഫിനെ അനുമോദിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇരട്ടി ജോയിന്റ് RTO B സാജുവിൻ്റെ നേതൃത്വത്തിൽ മനാഫിന് മൊമെൻ്റോ നൽകി. ഒപ്പം ചടങ്ങിൽ പങ്കെടുത്ത യജ്ന പത്മനാഭനെയും അഭിനന്ദിച്ചു. ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T വൈകുണ്ഠൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷനിൽകുമാർ, DK ഷീജി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എപ്പോഴും ബസ്സിലെ ജീവനക്കാരെക്കുറിച്ച് മോശമായ കമൻറ്റുകളാണ് കാണാറുള്ളത് എന്നും എന്നാൽ മനാഫിൻ്റെ ഈ നല്ല പ്രവൃത്തി മികച്ചതാണെന്ന് ജോയിന്റ് RTO B സാജു പറഞ്ഞു. എപ്പോഴും നമ്മൾ ബസ്സുകാരെക്കുറിച്ചും ബസ്സിലെ സ്റ്റാഫിനെക്കുറിച്ചും വളരെ മോശമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറ്. അവരെക്കുറിച്ച് വളരെ മോശമായ കമൻറ്റുകളാണ് കാണാറുള്ളത് എപ്പോഴും. പക്ഷേ അതിനെല്ലാം ഇടയിൽ മനാഫിനെ പോലെയുള്ളൊരു വ്യക്തിയുടെ ഒരു നല്ല സൽപ്രവൃത്തിയെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയുകയും അവരെ അനുമോദിക്കുകയും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും നേരെ നമ്മളിവിടെ കൂടുകയും ചെയ്തത്. ബസ് ജീവനക്കാർക്കെതിരെ പലപ്പോഴായി പരാതികൾ ലഭിക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ജോലി എങ്കിലും ഈയൊരു നന്മ കാണുമ്പോൾ അവരെ അനുമോദിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T വൈകുണ്ഠനും പറഞ്ഞു. എല്ലാ ബസ്സിനകത്ത് പരാതികളുണ്ടാവും. പരാതികൾ വരുമ്പം തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സാധാരണ ബന്ധപ്പെടുന്ന പരിപാടി ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് അതിന് നേരെ തിരിച്ച് ഒരു നന്മയെ ആദരിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ നല്ല പ്രവൃത്തി കണ്ടപ്പോൾ അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഇതേക്കുറിച്ച് കുറിപ്പിട്ടത് എന്ന് യജ്ന പത്മനാഭനും പറഞ്ഞു. എൻ്റെ അമ്മ ഒരു സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ പ്രൈവറ്റ് വണ്ടി വിളിച്ചിട്ടൊക്കെ പോവാറാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലെല്ലാവരും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ് കൂടുതലും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ്സ് ആണ് കൂടുതൽ എല്ലാവരും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യത്തെ ആ ഒരു യുവതിയല്ല ഇവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും, ആ രീതിയിലുള്ള ഒരു കെയറിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് അതല്ല, ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. വരുന്നവരെ ഒരു നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവരെ സീറ്റിൽ സേഫായിട്ട് ഇരുത്തുക. അപ്പം അതും കൂടി ആളുകൾ നമ്മളെപ്പോഴും വിമർശനം പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആളുണ്ടാവും. നമ്മൾ ഈ നെഗറ്റീവ്സ് മാത്രം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പോസിറ്റീവ് പുറത്ത് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക്. പക്ഷെ ഇങ്ങനെ ഒരു ഇതായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇക്കാര്യം വൈറലായപ്പോഴാണ് താൻ തന്നെ അറിയുന്നത് എന്ന് മനാഫും കൂട്ടിച്ചേർത്തു. ഞാൻ പിറ്റേന്ന് രാവിലെ അറിയുന്നു. ഇവർ ഫോട്ടോ എടുത്തതോ ഒന്നും ഞാനറിയില്ല, സംഭവം ഞാനറിയില്ല. പിറ്റേന്ന് രാവിലെ ഒരു ബസ്സിൽ ഡ്രൈവർ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവം നീ ഒന്ന് ഫേസ്ബുക്കോ വാട്സപ്പോ തുറന്നു നോക്കുന്നു. അങ്ങനെ ഞാൻ അറിയുന്നത്. അതുവരെ ഞാൻ അറിയില്ല സംഭവം എന്നാണെന്ന് പോലും ഞാൻ അറിയില്ല. ഇവർ ബസ്സിൽ കയറിനി, എന്നിട്ട് ഞാൻ ടിക്കറ്റ് മുറിച്ചു കൊടുത്തു. ഇവർ കോക്കാട് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സംഭവം പിറ്റേന്ന് രാവിലെ ഞാൻ അറിയുന്നത്. മനാഫിൻ്റെ ഈയൊരു മാതൃക മറ്റ് ബസ് ജീവനക്കാരെല്ലാം പിന്തുടർന്നാൽ തീരാവുന്നതേയുള്ളൂ ബസ് യാത്രക്കിടയിലുള്ള പല പ്രശ്നങ്ങളും. ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്. കനത്ത മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മതിലിടിയുന്നത് കിണറിന് ഭീഷണിയാകുന്നു. മണത്തണ മടപ്പരച്ചാൽ റോഡിലെ ചിരട്ടവേലി സജി വർഗീസിന്റെ വീട്ടിലെ കിണറാണ് അപകടാവസ്ഥയിലായത്. നോക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇന്ന് കിണറ്റിൻ്റെ മണ്ടയിലേക്ക് വീണു. നോട്ടിൻ്റെ പൈപ്പും എല്ലാം പോയി. അവിടെ നട്ടിരുന്ന സാധനങ്ങൾ മൊത്തം നശിച്ചു പോയി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭ പേരാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GDPS കേന്ദ്ര ഉപദേശക സമിതി ചെയർമാൻ PM മധു ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭ പേരാവൂർ മണ്ഡലം കമ്മിറ്റി ഉദ്ഘാടനം ജൂലൈ 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പേരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പേരാവൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിനാൽ സ്ഥാപിതമായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഗുരുധർമ്മ പ്രചരണ സഭയുടെ പേരാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പേരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗുരുധർമ്മ പ്രചരണ സഭയുടെ GDPS എന്നാണ്
ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്നത് ഗുരുധർമ്മ പ്രചരണ സഭയുടെ കേന്ദ്ര ഉപദേശക സമിതി ചെയർമാൻ ആയ അഡ്വക്കേറ്റ് PM മധു അവർകളാണ്. അതോടൊപ്പം തന്നെ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് അംബികാനന്ദ സ്വാമികൾ അനുഗ്രഹ ഭാഷണം നടത്തും. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചാര്യനായ പ്രേമാനന്ദ സ്വാമികളുടെ സാന്നിധ്യമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് GDPSൻ്റെ ജില്ലാ അധ്യക്ഷനായ CK സുനിൽ മാസ്റ്ററാണ്. GDPS കേന്ദ്ര ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PM മധു ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി മഠം അംബികാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്നും GDPS പേരാവൂർ മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ GDPS പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് C ജയചന്ദ്ര ബോസ്, സെക്രട്ടറി സുജിത് പേരാവൂർ, ട്രഷറർ മോഹൻദാസ് NK, മന്മഥൻ മുണ്ടപ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. അപൂർവ ഇനം പക്ഷിയെ കണ്ടെത്തി. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കടൽപക്ഷിയായ സൂട്ടി ടേണിനെയാണ് മണത്തണ അയോത്തുംചാലിൽ നിന്നും കണ്ടെത്തിയത്. അപൂർവ ഇനം പക്ഷിയെ കണ്ടെത്തി. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കടൽപക്ഷിയായ സൂട്ടി ടേണിനെയാണ് മണത്തണ അയോത്തുംചാലിൽ നിന്നും കണ്ടെത്തിയത്. പ്രധാനമായും ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കടൽപക്ഷിയാണ് സൂട്ടി ടേൺ. പക്ഷിയുടെ ചിറകുകളും വാലുകളും നീളമുള്ളതും ഇരുണ്ട ചാരനിറത്തിലുള്ള മുകൾ ഭാഗവും താഴത്തെ ഭാഗം വെളുത്തതുമാണ്. കാലുകൾക്ക് കറുപ്പ് നിറമാണ്. വീതിയേറിയ വെളുത്ത നെറ്റിയുമുണ്ട്. പാറക്കെട്ടിലോ പവിഴപ്പുറ്റുകളിലോ ഉള്ള കോളനികളാണ് സൂട്ടി ടേൺ പ്രജനനം നടത്തുന്നത്. സാധാരണ 1 മുതൽ 3 വരെ മുട്ടകളാണ് ഇവ ഇടുക. മറ്റേതൊരു പക്ഷിയേക്കാളും കൂടുതൽ സമയം വായുവിൽ ചെലവഴിക്കുന്ന പക്ഷിയാണ് സൂട്ടി ടേൺ. അപൂർവ പക്ഷിയാണെന്നും ഇതിൻ്റെ വിദഗ്ധരോട് ഇതിൻ്റെ ഫോട്ടോ വെച്ച് സംസാരിച്ചപ്പോഴാണ് ഇത് അപൂർവ പക്ഷിയാണെന്നും ഉൾക്കടലിൽ മാത്രം കാണപ്പെടുന്നതാണ് വഴിതെറ്റി വരാൻ സാധ്യത. വഴിതെറ്റി എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റുകളുണ്ടാകുമ്പോൾ വഴിതെറ്റി വരുന്നതാണ്. ലാസ്റ്റ് മാർക്കിൻ്റെ പ്രവർത്തകരെ ഈ കാര്യങ്ങൾ അറിയിച്ചു. ഇപ്പം മാർക്കിൻ്റെ പ്രവർത്തകരെത്തി ഇത് ഏറ്റുവാങ്ങിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ നാട്ടിൽ ഒരു അപൂർവ പക്ഷി ആദ്യമായിട്ട് ഇരുന്ന് വന്നിട്ട് അത് ജീവനോടെ സംരക്ഷിക്കാൻ എന്താണ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ആകുമെന്ന് അറിയില്ല. ഇതുവരെ കൈമാറുന്നുണ്ട് അവർക്ക്. ഇത് സമുദ്രത്തിന് മുകളിലൂടെ പറന്നുയരുകയും വെള്ളത്തിലോ കരയിലോ സ്ഥിരതാമസമാക്കാതെ കുറഞ്ഞത് 3 വർഷമെങ്കിലും പറക്കുകയും ചെയ്യും. ലോകമെമ്പാടുമുള്ള ചൂടുള്ള ഉഷ്ണമേഖല ജലത്തിലാണ് സൂട്ടി ടേൺ കാണപ്പെടുന്നത്. ചുഴലിക്കാറ്റിലോ മറ്റോ ദിശ തെറ്റിയാണ് ഇവ കരയിൽ എത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഈ പക്ഷിയെ കരയിൽ കാണാനുള്ള കാരണമായേക്കാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം V ഗീതയുടെ അയോത്തുംചാലിലെ വീട്ടിൽ നിന്നാണ് സൂട്ടി ടേണിനെ കിട്ടിയത്. പക്ഷിയെ മാർക്ക് പ്രവർത്തകർ ഏറ്റുവാങ്ങി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അറയങ്ങാട് സ്നേഹഭവനിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അറയങ്ങാട് സ്നേഹഭവനിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജൂബിലി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ്, പോയിൽ മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് ജോണി ആമക്കാട്ട്, സന്തോഷ് മണ്ണാർകുളം, ഷഫീർ ചക്യാട്ട്, KP നമേഷ് കുമാർ, ബ്ലോക്ക് ഭാരവാഹികളായ സുഭാഷ് മാസ്റ്റർ, ഷാജി കുന്നുംപുറം, അനീഷ് എരിങ്ങോളി, വിൽസൺ കൊച്ചുപുരക്കൽ, DCC അംഗം ജോസ് നടപ്പുറം, ജോസ് ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോളയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പുന്നപ്പാലം ദേവദാൻ സെന്ററിൽ അനുസ്മരണ യോഗവും അന്തേവാസികൾക്ക് സ്നേഹവിരുന്നുമൊരുക്കി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് KPCC അംഗം രാജീവൻ എളയാവൂർ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോളയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കോളയാട് പുന്നപ്പാലം ദേവദാൻ സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗവും സ്നേഹവിരുന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തായിരക്കണക്കിന് ആളുകളുടെ നിവേദനം ഒറ്റ നിൽപ്പിൽ വാങ്ങി തീർപ്പ് കൽപ്പിച്ച, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം മാനുഷിക ശക്തിയുള്ള മനുഷ്യൻ മാത്രമല്ല, ഒരു മനുഷ്യൻ സാധിക്കില്ല. തിന്നാതെ കുടിക്കാതെ കുടിവെള്ളം കുടിക്കാതെ നിന്നടപ്പിൽ ആയിരക്കണക്കിന് പത്രപേപ്പറുകൾ കയ്യിൽ വെച്ച്. മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം KC മുഹമ്മദ് ഫൈസൽ, DCC വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ്, KM രാജൻ, കാഞ്ഞിരോട് രാഘവൻ മാസ്റ്റർ, അന്ന ജോളി, മദർ ജമി തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിട്ടി ഡിവിഷൻ 11ാം വാർഷിക സമ്മേളനം ഇരിട്ടി M2H ഓഡിറ്റോറിയത്തിൽ നടന്നു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിട്ടി ഡിവിഷൻ 11ാം വാർഷിക സമ്മേളനം ഇരിട്ടി M2H ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. C ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. K പവിത്രൻ, ജോർജ് MA, P പ്രദീപൻ, M രാജൻ, K പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ലഭിക്കുന്ന പണം മുഴുവൻ വാട്ടർ അതോറിറ്റി ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ആ അക്കൗണ്ടിൽ നിന്ന് KSEB അവരുടെ വൈദ്യുതി ചാർജിന്റെ പണം ആ അക്കൗണ്ടിൽ നിന്ന് KSEBക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യും. ആ രീതിയിലൊരു നടപടിക്രമം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രോ അക്കൗണ്ട് തുടങ്ങി. അവ ഇനി അങ്ങോട്ട് കുടിശ്ശിക വരാത്ത രീതിയിൽ ഒരു സംസ്ഥാന സർക്കാർ ഒരു നടപടി സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വൈദ്യുതി ബോർഡ് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള കുടിശ്ശിക ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. കേന്ദ്ര ഗവൺമെന്റ് വൈദ്യുതി യൂട്ടിലിറ്റികളുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. അത് KSEB പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാനല്ല, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വൈദ്യുതി യൂട്ടിലിറ്റികളെല്ലാം നഷ്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ ഓട്ടോറിക്ഷ തൊഴിലാളി കുടുംബസംഗമം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. BMS ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സിജിൻ ബാബു, സുവിൻ, VK ഷാബു, പ്രതീഷ് KK തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. കൊട്ടിയൂർ കണ്ടമ്പുറത്തെ ആമക്കാട്ട് ജോസഫ് എന്ന കുട്ടി അന്തരിച്ച് 96 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ റോസമ്മ, ഗ്രേസി, തങ്കച്ചൻ, സാജു, സിസ്റ്റർ മിനിമോൾ, പരേതരായ മോളി, ബേബി, ലിസി, ജോയി, കുട്ടൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച 4 മണിക്ക് കൊട്ടിയൂർ സെൻറ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. കേളകം വെള്ളൂന്നിലെ കൊച്ചുപുരക്കൽ അബ്രഹാം എന്ന കുഞ്ഞുട്ടി അന്തരിച്ച് 75 വയസ്സായിരുന്നു. ഭാര്യ മേരി, മേഴ്സി, ഷാജി, വിൽസൺ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 വെള്ളൂന്നി പ്രൊവിഡൻസ് പള്ളി സെമിത്തേരിയിൽ. ചുങ്കക്കുന്ന് കോലാഞ്ചിയിലെ പരേതനായ ലൂക്ക നമ്പുടാകത്തിൻ്റെ ഭാര്യ ത്രേസ്യാമ്മ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ജോയി, സെലിൻ, സണ്ണി, വത്സമ്മ, ആൻ്റണി, ഷൈനി, സോജൻ, ബിജു എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ചുങ്കക്കുന്ന് ഫാത്തിമ മാത ഫൊറോന പള്ളി സെമിത്തേരിയിൽ. കാക്കയങ്ങാട് പാലയിലെ കുഞ്ഞിപ്പറമ്പത്ത് കൃഷ്ണാലയത്തിൽ PK പ്രദീപൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. കോൺഗ്രസ് മുഴക്കുന്ന് മണ്ഡലം സോഷ്യൽ മീഡിയ ഇൻചാർജായിരുന്നു. ഭാര്യ ബിന്ദു, അങ്കിത മകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ശാന്തിഗിരി കൈലാസുംപടിയിൽ ഭൂമിയിൽ കൂടുതൽ വിള്ളലുകൾ കണ്ടെത്തി. അടക്കാത്തോട് ശാന്തിഗിരി റോഡിൽ കൈലാസുംപടിയിലെ ടാറിംഗ് റോഡിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കനത്ത മഴയിൽ പടിയൂർ പത്യാലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഗർത്തം രൂപപ്പെട്ടു. സ്ഥലം സന്ദർശിച്ച് റവന്യൂ വകുപ്പ് അധികൃതർ. സമീപത്തെ വീടും ഭീഷണിയാകുമെന്ന് ആശങ്ക. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ വൻ മണ്ണിടിച്ചിൽ. ശക്തമായ മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണാണ് ഇടിഞ്ഞത്. മലവെള്ളപ്പാച്ചലിൽ പെരുമ്പറമ്പ് പഴശ്ശിരാജ ഫിഷ് ഫാം സ്വാശ്രയ സംഘത്തിന് നഷ്ടമായത് ലക്ഷങ്ങൾ. നഷ്ടം വിലയിരുത്താൻ ഫിഷറീസ് വകുപ്പ് സ്ഥലം സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.